ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു 3.5 കിലോവാട്ട് സോളാർ പാനൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ വാരി സോളാർ ബാൻഡിങ്ങിൽ വരുന്ന ടോപ്പ് 1 ബൈഫേഷ്യൽ 615 വാട്ട്സിന്റെ 6 മോഡ്യൂൾസ് ആണ്. ഇവിടെ ഒരു ലൈറ്റിംഗ് അറസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി എർത്തൊക്കെ പ്രോപ്പർ ആയിട്ട് എർത്തിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആശാ പവറിന്റെ ഒരു പ്രീമിയം സിസ്റ്റം ആണ്. മുൻപ് നമ്മൾ പല വീഡിയോകളിൽ എടുത്തൊരു സിസ്റ്റം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെ ഉപയോഗത്തിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ പകൽ സമയത്ത് കൂടുതൽ AC കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ 6 പാനൽ കൊടുത്തു. മറ്റു ചില സ്ഥലങ്ങളിൽ 4 പാനൽ, ഇനി 2 ബാറ്ററി പാക്ക് വെക്കുന്ന സ്ഥലങ്ങളിൽ 8 പാനൽ നമ്മൾ കൊടുത്ത് ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റങ്ങൾ ഓൾറെഡി നമ്മൾ പല വീഡിയോകളായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ്, അത് ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സിസ്റ്റംസ് നമ്മൾ മുൻപ് പല വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. നമുക്ക് അറിയാം, മുന്നോട്ട് KSEB സപ്ലൈ ഒക്കെ ഇന്ററപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കറണ്ട് കട്ട് വളരെയധികം കൂടുതലാണ്, പവർ കട്ട്സ് ഉണ്ട്, ഇനി വൈദ്യുതി നിയന്ത്രണമൊക്കെ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഒരു 4 ബെഡ്റൂം വരെയുള്ള വീട്ടിൽ നോർമൽ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് KSEB സപ്ലൈ നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഒരു പരിധി വരെ തന്നെ. ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഏകദേശം ആവറേജ് ഒരു 12 മുതൽ 15 യൂണിറ്റ് വരെയൊക്കെ ഡെയിലി പ്രൊഡക്ഷൻ സാധ്യമാണെന്നാണ്. നോർമലി വീടിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു 4000 രൂപ വരെ ബില്ല് വരുന്ന ആൾക്കാർക്ക് അത്രയും ഒരു കൺസംഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. കൂടുതൽ ബാറ്ററി പാക്കുകൾ പാരൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് AC പോലത്തെ ഉപകരണങ്ങൾ രാത്രിയിൽ ഓവർനൈറ്റ് വർക്ക് ചെയ്യാൻ സാധിക്കും. സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോളാർ ഇലക്ട്രിക്കൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ചാനലൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 7-8 വർഷമായിട്ടുള്ള പഴയ ഇൻസ്റ്റലേഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് പല റേഞ്ചിൽ നമുക്ക് ഓരോ സൈറ്റ് കണ്ടീഷൻ മാറുന്നതനുസരിച്ചുള്ള വേരിയേഷൻസിലുള്ള ഇൻസ്റ്റലേഷൻസ്. ഇതിപ്പോൾ ഒരു ഫ്ലാറ്റ് റൂഫ് ഇൻസ്റ്റലേഷൻ ആണ്. ഇവിടെ ഈ രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇനി ഡ്രസ് വർക്കിന് മുകളിലുള്ള പല ഷേപ്പിലുള്ള സ്ട്രക്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള കസ്റ്റം ഡിസൈൻഡ് മോഡൽസും നമ്മുടെ ചാനലിൽ ഇൻസ്റ്റലേഷൻ ചെയ്തതിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്. ഈ രീതിയിലൊരു ഫ്ലാറ്റ് റൂഫ് ഇൻസ്റ്റലേഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 50 സ്ക്വയർ mm ഡൗൺ കണ്ടക്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 പാനലുകൾ 2 സ്ട്രിംഗ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 615 വാട്ട്സിന്റെ 6 സോളാർ മോഡ്യൂൾസ് ആണ്. നമുക്ക് ഏകദേശം 3.6 കിലോവാട്ടാണ് ടോട്ടൽ സോളാർ കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നത്. വാരി സോളാർ ബാൻഡിങ്ങിൽ വരുന്ന പ്രീമിയം മോഡ്യൂൾസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഇതിൽ നമുക്കൊരു 3.6 അല്ലെ 3.5 കിലോവാട്ട് സോളാർ പാനൽ എന്ന് പറയുമ്പോൾ ഒരു 15 യൂണിറ്റ് ആവറേജ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വീട്ടിലെ യൂസേജ് അനുസരിച്ച് ആ പ്രൊഡക്ഷൻ മാറാൻ സാധ്യതയുണ്ട്. കാരണം പകൽ സമയത്ത് യൂസേജ് ഇല്ലെങ്കിൽ ബാറ്ററി ചാർജിങ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള പ്രൊഡക്ഷൻ മാത്രമായിരിക്കും നടക്കുന്നത്. അപ്പോൾ പകൽ നല്ല ഉപയോഗമുള്ള ആൾക്കാരെ സംബന്ധിച്ച് കൂടുതൽ പാനലുകളും കൂടുതൽ ബാറ്ററികളും പാരൽ ചെയ്യാവുന്നതാണ്. ഇവിടെ നിലവിൽ നമ്മൾ 5 യൂണിറ്റ് സ്റ്റോറേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രി സമയത്തൊക്കെ 2 AC ഒക്കെ ഒരേ സമയത്ത് ബാറ്ററി ബാക്കപ്പ് തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 ബാറ്ററി പാക്കുകൾ പാരൽ ചെയ്ത് ഭാവിയിൽ 2-3 പാനലിലൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. 5500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ PC ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻവെർട്ടർ ബാറ്ററി അറേഞ്ച്മെന്റ് ആണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 5 kVയുടെ ആശാ പവറിന്റെ പ്രീമിയം സോളാർ PC ആണ്. റോവർ 5 kV മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന UTLന്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്ക് 5 kWh ആണ്. 51.2 വോൾട്ട് 100Ah ആണ് ബാറ്ററി പാക്കിന്റെ കപ്പാസിറ്റി വരുന്നത്. മുൻപും പല വർക്കുകളിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് ഇതിന്റെ മുകളിൽ വീണ്ടും ബാറ്ററി പാക്കുകൾ പാരൽ ചെയ്ത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാവുന്നതാണ്. ഈ ഇൻവെർട്ടറിൽ നമുക്ക് 5500 വാട്ട്സ് വരെ സോളാർ പാനൽസ് കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിലവിൽ നമ്മൾ 3600 വാട്ട്സ് സംതിങ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു 4 ലൈൻ ഡിസ്പ്ലേ ആണ്. എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ അറിയാൻ സാധിക്കും. ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ചാർജ് ചെയ്ത യൂണിറ്റുകൾ, ഒരു ദിവസത്തെയും പ്രൊഡക്ഷന്, ടോട്ടൽ പ്രൊഡക്ഷൻ, ഇതെല്ലാം നമുക്ക് അതിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ ലോഡ്, ഔട്ട്പുട്ട് വോൾട്ട്, ഇൻപുട്ട് വോൾട്ട്, ഇതെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു LED ഇൻഡിക്കേഷനും ഇതിന്റെ ഡിസ്പ്ലേയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഓൺ ഓഫ് ബട്ടൺ, സെറ്റിംഗ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള എൻ്റർ ബട്ടണൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4000 വാട്ട്സ് വരെ സ്മൂത്ത് ആയിട്ട് ലോഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണിത്. ബാറ്ററി 16 സെല്ല്, 51.2 വോൾട്ട് 100Ah ബാറ്ററി പാക്കാണ്. ബാറ്ററികൾ പിന്നീട് പാരൽ ചെയ്യാൻ സാധിക്കും. 60 മാസമാണ് ഇതിന്റെ വാറണ്ടി വരുന്നത്. ഒരു 4 ബെഡ്റൂം വരെയുള്ള വീടുകളിലുള്ള ഫുൾ ലോഡ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ബാറ്ററിയുടെ ഒരു ബാക്കപ്പ്, അതുപോലെ തന്നെ പകൽ സമയത്തുള്ള വെയിലൊക്കെ അനുസരിച്ച് മാനേജ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു വീട് ഫുള്ള് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് പല ഡിഫറെന്റ് കോൺഫിഗറേഷൻസിലുള്ള നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതിന്റെ വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചെയ്യാവുന്നതാണ്. KSEB സപ്ലൈനെ ആശ്രയിക്കാതെ വീട് ഫുള്ള് അല്ലെങ്കിൽ വീട്ടിലൊരു 90% ഉപകരണങ്ങളും സ്വന്തമായിട്ട് നമ്മുടെ പവർ പ്ലാന്റിൽ നിന്ന് ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണിത്. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ സപ്ലൈ വേണമെന്നുള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്.
KCBയുടെ മാറി മാറി വരുന്ന റെഗുലേഷൻസ് ഒന്നും നമ്മളെ അഫക്ട് ചെയ്തില്ല. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു പവർ പ്ലാന്റ് നമ്മുടെ ആവശ്യം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് തന്നെ 6 kVA മുതൽ 10 kVA വരെയുള്ള സിസ്റ്റംസ് അവൈലബിൾ ആണ്. കൂടുതൽ ബാറ്ററി പാക്കുകൾ പാരൽ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 5 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഈ ബാറ്ററി സ്റ്റോർ ചെയ്യാൻ സാധിക്കും. കൂടാതെ ബാക്കിയുള്ള വൈദ്യുതി നമുക്ക് പകൽ സമയത്ത് ഉപയോഗിച്ച് തീർക്കണം. അപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയും പകൽ സമയത്ത് നമ്മൾ മാനേജ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. നമ്മുടെ ഈ പ്ലാന്റിൽ നിന്നുള്ള ടോട്ടൽ പ്രൊഡക്ഷൻ ഏകദേശം 12 യൂണിറ്റ് പെർ ഡേ ആണ് ഏകദേശം ആവറേജ്. അത് നമ്മുടെ യൂസേജ് അനുസരിച്ചും ക്ലൈമറ്റ് അനുസരിച്ചും മാറാൻ സാധ്യതയുണ്ട്. മറ്റൊരു സോളാർ റിലേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോളാർ ഇൻസ്റ്റലേഷനുമായിട്ട് ചാനലോട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.